അസ്സലാമലൈക്കും. ഗൾഫിലത്തെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അറബിയുടെ ഫാമിലിയും ഒക്കെ കൂടി നോമ്പ് സമയത്ത് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൂർ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കടപ്പുറത്ത് പോണതിന് പകരം ഞങ്ങൾ പോയത് കാട്ടിലേക്ക് കേട്ടാ. അപ്പൊ കാട്ടിൽ ഇങ്ങനെ കാടെന്ന് പറഞ്ഞാൽ അങ്ങനെ വനമൊന്നും ഇല്ല, എന്നാലും കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാട് പോലെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഈ ചാലുണ്ട്. അപ്പൊ ആ ചാലിന്റെ അരികത്ത് ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ആ ചാലിൽ പോവുക, കൈ കഴുകുക, കുളിക്കുക, ചാടുക, മറയുക, പിന്നെ വന്ന് ഭക്ഷണം കഴിക്കുക, വീണ്ടും പോവുക, അങ്ങനെയൊക്കെ ചെയ്യൂട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അർപ്പിച്ച് കുട്ടിക്ക് കക്കൂസിക്ക് പോണം. അപ്പൊ എന്നോട് പറഞ്ഞില്ല, അതിലാണ് കൊണ്ടുപോയി കക്കൂസിക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ കക്കൂസിക്ക് ഇരുത്തി കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പൊ എന്നോട് അർപ്പിച്ച് പറയണ, ഇന്ത്യ കച്ചടയാ, ഇന്ത്യയിലാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുക. ബോംബെയിൽ പോയിണ്ടായിരുന്നു അവളെ, ബോംബെയിൽ അവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയാ കച്ചടയാ, ഒക്കെ ഇതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ, അപ്പൊ ഇന്ത്യയിൽ ഇരിക്കണ്ടല്ലോ, അപ്പൊ ഞാനിപ്പോ ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇരുന്നതോ അതൊന്നും ഇല്ല അല്ലെ, ഇന്ത്യക്കാർക്ക് കുറ്റമുള്ളോ, എന്താ ഇന്ത്യക്കാരൊക്കെ ഒഴിഞ്ഞു കെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിക്കോട്ടാ. പിന്നെ ആട്ടങ്ങളും ഉണ്ട്, ആട്ടങ്ങളെയും കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ ആട്ടങ്ങളെയൊക്കെ അങ്ങനെ ഓരത്തൊക്കെ അഴിച്ചു വിട്ടിട്ട് അങ്ങനെ ആട്ടങ്ങളെ മേക്കലും വേണം, ആട്ടങ്ങളെ മേക്കണം, അവറ്റേനെയും കൊണ്ടുവരണം. അവറ്റയ്ക്ക് പിന്നെ ചാലിൽ വെള്ളമുള്ള കാരണം കുടിക്കും. അവറ്റേനെ ഒക്കെ കൂട്ടിലാക്കണം. അവിടെ തന്നെ കേട്ടാ ഒരു കേമ പോലെ ടാർപ്പാള കെട്ടും. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അറബി വരും. അറബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പുറത്ത് ഉണ്ടാക്കണ ഭക്ഷണമല്ലേ, അതങ്ങോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അറബി തിന്നും. ആടുണ്ടെങ്കിൽ ആടിൻ്റെ പാല് കറന്ന് ആ ചോറിലൊഴിച്ച് കഴിക്കും. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ചിലപ്പോൾ ഇത്തിരി അച്ചാറങ്ങനെ കൊണ്ടുപോയിണ്ടാവും. അതുകൊണ്ടിട്ട് ഞാനും ഇത്തിരി കഞ്ഞി കുടിക്കും. പിന്നെ അങ്ങനെയും ചെയ്യൂട്ടാ. പിന്നെ ഒരു ദിവസം ഞാനും അറബിയും എല്ലാവരും കൂടെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ മീൻ മേടിക്കാണ്. അപ്പൊ മീൻ മേടിക്കുമ്പോൾ അവരിങ്ങനെ ചൂര മേടിക്കാം. അപ്പൊ ചൂര മേടിക്കുമ്പോൾ ഞാൻ മാന്തൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മാന്തൾ ഇത്തിരി മാന്തൾ മേടിക്കാൻ അറബിയിൽ വന്നു. അപ്പൊ എന്താ മാന്തളും ചോദിച്ചു. പറഞ്ഞു എനിക്കിഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒരു 2 മാന്തൾ മേടിച്ചു, വലിയ മാന്തളാട്ടാ. അത് മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അത് എന്തുട്ടാ ചെയ്യുക അവർക്കറിയില്ലോ, ഇത് ഉപ്പും മുളകും തേച്ച് വറക്കുന്നുള്ളത്. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു കഷ്ണം, ഒരു ചെറുതോരനെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പും മുളകൊക്കെ തേച്ച് വറക്കുക. അപ്പൊ അത് വറുത്ത് കഴിഞ്ഞപ്പോ അറബിക്കൊരു തോന്നല്, ഇത് ടേസ്റ്റ് ഉണ്ടാവോ എന്ന് പറഞ്ഞു. നല്ലോണം മുളകൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറബി ഒരു കഷ്ണം എടുത്താന്ന് പറഞ്ഞു. ഒരു കഷ്ണം അറബിക്ക് കൊടുത്തു. അറബി பார்த்தപ്പോഴേ അറബി തിന്നപ്പോ ഇരുണ്ട് വായിൽ വെള്ളം കുടിക്കുക. അപ്പൊ എന്നോട് ഇങ്ങനെ ഇന്ത്യക്കാർ മുളക് തിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരൊക്കെ നന്നായി മുളക് കഴിക്കും, ഇവിടുത്തെ പോലെ ഒന്നല്ല, ഇവിടെ ഉപ്പും മുളകൊന്നും ഇല്ലാണ്ടല്ല കഴിക്കുക. ഞങ്ങൾ ഇന്ത്യക്കാർ കച്ചറകളൊന്നല്ല, ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണവരാ. നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോ ഞങ്ങളെന്താ തീരെ ഒന്നുമില്ലാത്തവരാന്ന് വിചാരിച്ച അങ്ങനെയൊന്നും അല്ലാട്ടാ. ഞങ്ങള് പിന്നെ നാട്ടില് ജോലി ചെയ്യണതിന് പകരം ഇവിടെ വന്നൊന്ന് പണിയെടുക്കണമെന്ന് മാത്രമല്ലോ. ഇവിടെ നാട്ടിൽ നിൽക്കണേക്കാളും ഒരിത്തിരി പൈസ ഇവിടെ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും അത് അയക്കുമ്പോ. അല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അല്ലാണ്ട് ഇപ്പൊ ഞങ്ങൾ അത്രയ്ക്ക് പറയുകയൊന്നും വേണ്ടെന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ തറക്കിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ അറബി കുട്ടികൾ തെറി വിളിക്കുമ്പോ അങ്ങോട്ടും തെറി വിളിക്കുമ്പോ ഈ കുട്ടികളും അതേപടി തിരിച്ചു തെറി വിളിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അവിടെയും ഉണ്ട് കേട്ടാ. അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇനി ആ കഥകളൊക്കെ നമ്മൾ പറയുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗൾഫിലത്തെ കഥകൾ പറയാനുണ്ട്. ആട്ടങ്ങളെ കൊണ്ടുപോകും നേരം 4 മണിയാകുമ്പോ നമ്മളെ തട്ടി വിളിക്കും അറബിച്ച് തള്ള വന്നിട്ട് ഗും 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 എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ കഥകൾ പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാട്ടാ. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.